السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم لا علم لنا إلا ما علمتنا، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അരികിൽ സ്വീകാര്യമായ ദീൻ എന്നത് പരിശുദ്ധ ഇസ്ലാമാകുന്നു. അല്ലാഹു പറഞ്ഞതുപോലെ ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, തീർച്ചയായും അല്ലാഹുവിന്റെ അടുക്കൽ മതമെന്നാൽ, ദീൻ എന്നാൽ അത് ഇസ്ലാം മാത്രമാകുന്നു. ഈ ദീൻ, പരിശുദ്ധ ഇസ്ലാം, ഈ നേരായ പാത അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിലേക്ക് എത്തിച്ചു തന്നത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ്. ഏതൊരു സമുദായത്തിലേക്കും അല്ലാഹു റസൂലുമാരെ, പ്രവാചകന്മാരെ, നബിമാരെ അയക്കുന്നതാണ്. ആ നബിമാരാണ് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുക്കുക. നമ്മിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചത് നമ്മുടെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല രൂപത്തിൽ ഈ ദീൻ നമുക്ക് എത്തിച്ചു നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തോട് കൽപ്പിച്ച കാര്യമാണത്. യാ അയ്യുഹർ റസൂൽ, അല്ലയോ അല്ലാഹുവിന്റെ റസൂലേ, ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക്, താങ്കളുടെ റബ്ബിൽ നിന്നും താങ്കൾക്ക് ഇറക്കപ്പെട്ടത് താങ്കൾ എത്തിച്ചു കൊടുക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിശ്വസ്തത അതേറ്റവും പരിപൂർണമായ രൂപത്തിൽ പാലിക്കുകയുണ്ടായി. അവിടുന്ന് ഏറ്റവും നല്ല രൂപത്തിൽ എത്തിക്കുകയുണ്ടായി. അവിടുത്തെ സമുദായത്തോട് അങ്ങേയറ്റം ഗുണകാംക്ഷയോടെ അവിടുത്തെ വഫാത്ത് വരെ ഈ ദീനിനു വേണ്ടി അഹോരാത്രം അവിടുന്ന് പോരാടുകയുണ്ടായി. ഏതൊരു നന്മയുണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഉമ്മത്തിന് എത്തിച്ചു നൽകിയിട്ടുണ്ട്. ഏതൊരു തിന്മയുണ്ടോ അതിൽ നിന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ താക്കീത് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുത്തെ സഹവാസികളായി നിശ്ചയിച്ചവരാണ് അവിടുത്തെ സ്വഹാബിമാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഇന്നല്ലാഹ നളറ ഫീ ഖുലൂബിൽ ഇബാദ്, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളുടെ ഹൃദയങ്ങളിലേക്ക് നോക്കുകയുണ്ടായി. ഫവജദ ഖൽബ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറ ഖുലൂബിൽ ഇബാദ്, അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം അടിമകളിൽ ഏറ്റവും നല്ല ഹൃദയമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുകയുണ്ടായി. ഫസ്തഫാഹു ലിനഫ്സിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റസൂലായി അവിടുത്തെ തെരഞ്ഞെടുത്തു. ഫബ്തഅസഹു ബിരിസാലതിഹി, അവിടുത്തെ അള്ളാഹുവിന്റെ റിസാലത്തുമായി
നിയോഗിച്ച് പറഞ്ഞയക്കുകയും ചെയ്തു. ثم نظر في قلوب العباد بعد قلب محمد صلى الله عليه وسلم. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം അള്ളാഹു അവന്റെ മറ്റുള്ള അടിമകളുടെ ഹൃദയങ്ങളിലേക്ക് നോക്കി. فوجد قلوب أصحابه خير قلوب العباد. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരായി ആരൊക്കെയുണ്ടോ അവരുടെ ഹൃദയങ്ങളാണ് ഏറ്റവും നല്ല ഹൃദയങ്ങളായി അള്ളാഹു കണ്ടത്. فجعلهم وزراء نبيه يقاتلون على دينه. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹവാസികളായി സഹാബികളായി നിശ്ചയിക്കുകയുണ്ടായി. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി അവർ പോരാടുകയും ചെയ്തു. فما رأى المسلمون حسنا فهو عند الله حسن. അവർ ആ സഹാബികൾ എന്തൊന്ന് നന്മയായി കണ്ടോ അത് അള്ളാഹുവിന്റെ അടുക്കൽ നന്മയാണ്. وما رأوا سيئا فهو عند الله سيئ. അവർ സഹാബികൾ എന്തൊക്കെ കാര്യങ്ങളാണോ മോശമായി കണ്ടത് അത് അള്ളാഹുവിന്റെ അടുക്കലും മോശമായ കാര്യമാകുന്നു. സഹോദരങ്ങളെ, നമ്മുടെ വിഷയം മഹാന്മാരായ സഹാബത്ത് റളിയല്ലാഹു അൻഹും അവരുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. അതിന്റെ ഒരു ആമുഖമാണ് സൂചിപ്പിച്ചത്. അള്ളാഹു നമുക്ക് നൽകിയ ദീൻ, ആ ദീൻ എത്തിച്ചു തരാൻ അള്ളാഹു അയച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു സഹാബികളായി നൽകിയവർ സൃഷ്ടികളിൽ വെച്ച്, അഥവാ പ്രവാചകന് ശേഷം മറ്റുള്ള അടിമകളിൽ വെച്ച് ഏറ്റവും നല്ല ഹൃദയമുള്ള ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാർ അവരെല്ലാവരും ആദരണീയരാണ്. അവരെല്ലാവരും ഈ ദീനിനെ അങ്ങേയറ്റം സഹായിച്ചവരാണ്. അവരെല്ലാവരും ഉദൂലുകളാണ്. അവരെല്ലാവരും നീതിമാന്മാരാണ്. ഉദൂൽ എന്നാൽ നീതിമാന്മാർ. അവരെല്ലാവരും വിശ്വസ്തരാണ്. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനെ സഹായിക്കുകയും ഈ ദീനിനു വേണ്ടി പോരാടുകയും അതിനെ ശക്തിപ്പെടുത്തുകയും തങ്ങളുടെ സ്വശരീരവും സമ്പത്തും എല്ലാം അതിനുവേണ്ടി വിനിയോഗിക്കുകയും ചെയ്തവരാണവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിൽ വെച്ച് ജനങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുത്തവരാണവർ. അല്ലാഹു പറഞ്ഞില്ലേ, കുൻതും ഖൈറ ഉമ്മ, നിങ്ങളാകുന്നു മറ്റുള്ള എല്ലാ സമുദായങ്ങളിലും വെച്ച് ഏറ്റവും ഉത്തമരായ ആളുകൾ. ഈ സമുദായത്തെക്കുറിച്ചാണ് അല്ലാഹു അത് പറഞ്ഞത്. അതിലാദ്യം ഉൾപ്പെടുക ആരാണ്? സ്വഹാബിമാരാണ്. ഉഖ്രിജത്ത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി അല്ലാഹു നിശ്ചയിച്ച പുറത്തു കൊണ്ടുവന്നവരാണവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമുക്ക് കാണാം. ഖൈറുന്നാസി ഖർനി, ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമർ എന്റെ കൂടെ എന്റെ തലമുറയിൽ ജീവിച്ചവരാണ്. ആരാണവർ? സ്വഹാബികളാണ്. സുമ്മല്ലദീന യലൂനഹും, അതിനുശേഷം അവർക്ക് ശേഷം വന്നവരാണ്. അവരാരാണ്? താബിഉകളാണ്. സുമ്മല്ലദീന യലൂനഹും, അതിനുശേഷം അവർക്ക് ശേഷം വന്നവർ, അവർ താബിഉകൾ. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഉത്തമരായ ആളുകളായി എടുത്തു പറഞ്ഞത് സഹാബികളെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജീവിക്കാനുള്ള സൗഭാഗ്യം ലഭിച്ചവരാണവർ. നോക്കൂ, സഹാബികളുടെ പ്രത്യേകത എന്താണ്? മറ്റുള്ള ആളുകളെ സഹാബികളിൽ നിന്ന് വേറിട്ട് നിർത്തുന്ന കാര്യം എന്താണ്? അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ചവരാണ്. അവിടുത്തെ കണ്ടും അവിടുത്തെ സംസാരം ശ്രവിച്ചും അങ്ങനെ കൂടെ ജീവിച്ചവരാണ് സഹാബികൾ. ആ ഭാഗ്യം സഹാബികൾക്ക് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. തൊട്ടു ശേഷം വന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തിയ തലമുറയാണ്. പക്ഷെ അവർ സഹാബികളോളം വരുമോ?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മുടെ നേതാക്കന്മാരായ സ്വഹാബിമാർ. അവരോടുള്ള സ്നേഹമെന്നത് സഹോദരങ്ങളെ നമ്മുടെ ദീനാണ്. ഈമാനിന്റെ അടയാളമാണ് അവരെ സ്നേഹിക്കുക എന്നുള്ളത്. അവരുമായി ബന്ധപ്പെട്ട് അനേകം ബാധ്യതകൾ നമുക്കുണ്ട്. അതിൽപ്പെട്ടതാണ് അവരോടുള്ള സ്നേഹം, അവർക്ക് വേണ്ടിയുള്ള ദുആ, അവരെ മാതൃകയാക്കൽ, അവരെ പിൻപറ്റൽ, ഇങ്ങനെ അനേകം കാര്യങ്ങളുണ്ട്. അതുപോലെ അവരെക്കുറിച്ചുള്ള നമ്മുടെ വിശ്വാസം, നേരത്തെ പറഞ്ഞതുപോലെ അവരെല്ലാവരും നീതിമാന്മാരാണ്. അവരിൽ ഒരാൾ പോലും, ശരിക്കും ശ്രദ്ധിക്കണം, ഒരാൾ പോലും സിഖത്തല്ലാത്ത, വിശ്വസ്തരല്ലാത്ത ആളുകളില്ല. ഉണ്ടോ? ഇല്ല. എല്ലാവരും നീതിമാന്മാരാണ്. നിങ്ങൾ നോക്കൂ, ഹദീസിന്റെ കിതാബുകൾ, ഒരുപാട് ഹദീസിന്റെ കിതാബുകളുണ്ട്. നമുക്കറിയാം, അള്ളാഹുവിന്റെ കിതാബ് പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും അസഹായിട്ടുള്ള, ശരിയായിട്ടുള്ള കിതാബ് സഹീഹുൽ ബുഖാരി, പിന്നെ സഹീഹ് മുസ്ലിം, അതുപോലെ തന്നെ സുനനുകളുണ്ട്. ഇമാം തിർമിദി, ഇബ്നു മാജ, അബൂ ദാവൂദ് തുടങ്ങി വലിയ വലിയ മുഹദ്ദിസുകളുടെ സുനനുകളുണ്ട്. അതുപോലെ തന്നെ മുസ്നദുകളുണ്ട്. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ് മുസ്നദ്. അതുപോലെ തന്നെ ജാമിഅകളുണ്ട്, ഹദീസുകൾ ക്രോഡീകരിക്കപ്പെട്ട കിതാബുകൾ. ഈ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലെല്ലാം നമുക്ക് കാണാം, ഒരു ഹദീസിന്റെ മുന്നിൽ അത് റിവായത്ത് ചെയ്ത ആളുകളുണ്ടാകും. ഇപ്പൊ സഹീഹുൽ ബുഖാരി എടുക്കുകയാണെങ്കിൽ ഇമാം അൽ ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹം ഇന്നയാളിൽ നിന്ന് കേട്ടു, അദ്ദേഹം ഇന്നയാളിൽ നിന്ന് കേട്ടു, അടുത്ത ആൾ ഇന്നയാളിൽ നിന്ന് കേട്ടു, അങ്ങനെ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ നമ്മൾ ഹദീസുകൾ കാണാം. ഇതിൽ നിങ്ങൾ നോക്കൂ, സഹാബികൾ എത്തുന്നത് വരെയുള്ള ആളുകളെ കുറിച്ച് ചർച്ചകൾ ഉണ്ടാകും. അവരാരാണ്, അവരുടെ പേരെന്താണ്, അവരുടെ വാപ്പാന്റെ പേരെന്താണ്, അവർ ആരെടുത്ത് പഠിച്ചു, അവരുടെ വിശ്വാസം എന്താണ്, അവർ വിശ്വസ്തരാണോ, നീതിമാന്മാരാണോ, ഹദീസ് സ്വീകരിക്കാൻ പാടുണ്ടോ, അവരുടെ മതപരമായ നിലവാരം എന്താണ്, ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടും. എന്നാൽ നിങ്ങൾ നോക്കൂ, മുഹദ്ദിസുകൾക്ക് ശേഷം ഒരു സ്വഹാബി അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ പിന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സ്വീകാര്യനാണോ എന്ന ചർച്ചയുണ്ടോ? ഇല്ല. വേറെ ഏതെങ്കിലും ഒരു സ്വഹാബി, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആവട്ടെ, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ആവട്ടെ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹും ആരുമാവട്ടെ, സ്വഹാബിയാണോ? ഇനി പേരില്ല എന്ന് വിചാരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരിൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിവായത്ത് ചെയ്യുന്നു എന്ന് സ്വഹീഹായ ഒരു കിതാബിൽ വന്ന് കിട്ടിയാൽ അത് സ്വീകാര്യോഗ്യമാണ്, അത് സ്വീകരിക്കാം. സഹാബിയാണെന്ന് ഉറപ്പുണ്ട്, പക്ഷെ പേര് വന്നിട്ടില്ല, എങ്കിലും സ്വീകാര്യോഗ്യമാണ്. അതാണ് സ്വഹാബിയുടെ പ്രത്യേകത. ബാക്കി എല്ലാവരുടെയും വിശ്വസ്തതയും സ്വീകാര്യതയും പരിശോധിക്കപ്പെടുമ്പോൾ സഹോദരങ്ങളെ, സ്വഹാബിമാരുടെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പരിശോധിക്കപ്പെടുകയില്ല. കാരണം അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പുകഴ്ത്തിയവരാണ്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഓരോ വാക്കുകളും കേട്ട് പഠിച്ച് അത് പ്രാവർത്തികമാക്കി അടുത്ത തലമുറക്ക് പകർന്നു നൽകിയവരാണവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന ഹദീസ് നമുക്ക് കാണാം. നദ്ദറല്ലാഹു ഇംറഅൻ സമിഅ മിന്നാ ഹദീസൻ ഫഹഫിളഹു ഹത്താ യുബല്ലിഗഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളുടെ മുഖം പ്രകാശപൂരിതമാക്കട്ടെ. എന്താണ് ആ വ്യക്തിയുടെ പ്രത്യേകത? സമിഅ മിന്നാ ഹദീസൻ, അയാൾ നമ്മിൽ നിന്നും ഒരു ഹദീസ് കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് കേട്ടു. ഫഹഫിളഹു, അദ്ദേഹം അത് മനഃപ്പാഠമാക്കി. ഹത്താ യുബല്ലിഗഹു, എന്നിട്ട് അദ്ദേഹം അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്തു.
ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയാണ്. ഇതിലാദ്യമായി ഉൾപ്പെടുക ആരാണ്? സ്വഹാബികളാണ്. കാരണം അവരാണ് ഇത് ആദ്യമായി കേട്ടത്. ബാക്കിയുള്ളവരെല്ലാം അവരിൽ നിന്ന് കേട്ടവരാണ്. സഹോദരങ്ങളെ നോക്കൂ, ഇത് വലിയ ഭാഗ്യമാണ്, സ്വഹാബിമാർക്ക് ലഭിച്ച ഭാഗ്യമാണ്. അതുകൊണ്ട് തന്നെ അവരെ സ്നേഹിക്കുകയും അവരെക്കുറിച്ച് നമ്മുടെ വിശ്വാസം ശരിയാക്കുകയും അവർക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ടാണ് അവരുടെ പേരുകൾ കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു ഒരാളാണെങ്കിൽ, റളിയല്ലാഹു അൻഹുമ രണ്ടാളാണെങ്കിൽ, റളിയല്ലാഹു അൻഹും മൂന്നോ അതിലധികമോ ആളുകളാണെങ്കിൽ, ഇനി സ്വഹാബി വനിതമാരാണെങ്കിൽ റളിയല്ലാഹു അൻഹ, റളിയല്ലാഹു അൻഹുന്ന, ഇങ്ങനെയൊക്കെ നമ്മൾ ദുആ ചെയ്യും. അല്ലാഹു അവരെ തൃപ്തിപ്പെടട്ടെ, അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. സഹോദരങ്ങളെ, ഇതിന് നേർ വിപരീതമായി സഹാബികളെ ആക്ഷേപിക്കുക, ചീത്ത വിളിക്കുക എന്നതൊരിക്കലും ഒരു മുസ്ലിമിന് യോജിച്ചതല്ല. അവരെ ഇകഴ്ത്താനോ അപമാനിക്കാനോ ഒരിക്കലും പാടില്ല. എന്നാൽ അങ്ങനെയുള്ള പിഴച്ച കക്ഷികൾ ലോകത്ത് പഴയകാലം മുതലേ ഇന്നും നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ നാടുകളിലും അതിന്റെ സ്വാധീനം നമുക്ക് കാണാം. വാസ്തവത്തിൽ അവർ സ്വഹാബികളെ ആക്ഷേപിക്കുമ്പോൾ, ചീത്ത വിളിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് സംഭവിക്കുന്നത് എന്താണ്? പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അത്തഅനു ഫിന്നാഖിലി തഅനും ഫിൽ മൻഖൂൽ. ഒരു കാര്യം കൊണ്ടുവന്നവരെ ആക്ഷേപിച്ചാൽ, ചീത്ത വിളിച്ചാൽ യഥാർത്ഥത്തിൽ അത് ആർക്കാണ് ബാധിക്കുക? അവർ കൊണ്ടുവന്ന കാര്യത്തെയാണ്. സ്വഹാബികളെ ആക്ഷേപിക്കുക എന്നത് അവർ കൊണ്ടുവന്നു തന്ന കിതാബിനെയും സുന്നത്തിനെയും ആക്ഷേപിക്കുന്നത് പോലെയാണ്. പരിശുദ്ധ ഖുർആൻ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ട് ക്രോഡീകരിച്ച് നമ്മിലേക്ക് ഇന്ന് വന്നെത്തിയത് അവർ മുഖേനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ ഹദീസുകളും അവർ മുഖേനയാണ് നമുക്ക് വന്നു കിട്ടിയത്. അതുകൊണ്ടാണ് നമ്മുടെ നല്ലവരായ മുൻഗാമികൾ ഇമാം അബൂ സുറഅ അർ-റാസി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഇദാ റഅയ്തുമുർ റജുല യൻതഖിസു അഹദൻ മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅലമു അന്നഹു സിന്ദീഖുൻ. ഒരാളെ നിങ്ങൾ കാണുകയാണ്, അയാൾ സഹാബിമാരിൽ ആരെങ്കിലും ആക്ഷേപിക്കുകയോ അവരെക്കുറിച്ച് വല്ല മോശമായ കാര്യം പറയുകയോ ഇകഴ്ത്തുകയോ ചെയ്യുന്നതായി നിങ്ങൾ കണ്ടാൽ മനസ്സിലാക്കുക, അവൻ സിന്ദീഖാണ്, മതനിഷേധിയാണ്. അവൻ മതനിഷേധിയാണ്. കാരണം ദീനുള്ള മുസ്ലിമായ ഒരാളും സഹാബികളെ ആക്ഷേപിക്കാനോ ചീത്ത വിളിക്കാനോ ഒരിക്കലും മുതിരുകയില്ല എന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പുകഴ്ത്തിയ, പ്രശംസിച്ച നമ്മുടെ നേതാക്കന്മാരായ സഹാബത്ത് റളിയല്ലാഹു അൻഹും അവരെക്കുറിച്ചുള്ള വിശ്വാസം ചുരുങ്ങിയ രൂപത്തിൽ ആമുഖമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇതാണ് സഹാബത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. മഹാന്മാരായ സഹാബത്ത് റളിയല്ലാഹു അൻഹും അവർ നേരത്തെ പറഞ്ഞു ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് ഈ ദീൻ അടുത്ത തലമുറക്ക് കൈമാറിയിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, ഇന്ന് അൽഹംദുലില്ലാഹ് നമ്മൾ നിർഭയത്വത്തോടെ ഒരു പ്രയാസവുമില്ലാതെ നമ്മുടെ വാഹനം പുറത്ത് നിർത്തി നല്ല സമാധാനത്തിൽ വന്ന് മസ്ജിദിലിരുന്ന് ഇങ്ങനെ കേൾക്കുകയാണ്. എല്ലാ സുഖ സൗകര്യങ്ങളുമുണ്ട്, ആധുനിക സൗകര്യങ്ങളുണ്ട്, സമാധാനമുണ്ട്, നിർഭയത്വമുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു നിലനിർത്തി നൽകുമാറാവട്ടെ. എന്നാൽ ഒരു കാലമുണ്ടായിരുന്നു, ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്ന ഒരു കാലഘട്ടം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാണ് എന്ന് പറഞ്ഞ് മക്കയിലേക്ക് വന്നപ്പോൾ, അഥവാ അവർക്കിടയിൽ വെച്ച് അള്ളാഹു തെരഞ്ഞെടുത്ത റസൂലാണ് ഞാൻ എന്ന് പ്രഖ്യാപിച്ചത് മുതൽ പിന്നീടുണ്ടായത് വളരെ ക്രൂരമായ ഉപദ്രവങ്ങളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ ആയിരുന്നു. അതൊക്കെ ആദ്യമായി ഏറ്റുവാങ്ങിയത് സഹാബത്ത് റളിയല്ലാഹു അൻഹും അവരാണ്. അവരങ്ങനെ സഹിച്ചും
ത്യജിച്ചും ജീവൻ നൽകിയും ഉണ്ടാക്കിയെടുത്ത ഈ ദീൻ, അവർ സഹായിച്ച, അവർ ശക്തി പകർന്ന അള്ളാഹുവിന്റെ ദീൻ, അത് ഒരുപാട് കാലം കഴിഞ്ഞ് നമുക്ക് കിട്ടിയപ്പോൾ അൽഹംദുലില്ലാ വളരെ എളുപ്പത്തിലാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, സഹാബിമാർ അവരുടെ ചരിത്രത്തിൽ നിന്നും ചില ഏടുകൾ, ചില ചരിത്ര സംഭവങ്ങൾ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അയവിറക്കുന്നത് നമുക്കേറെ ഗുണകരമാണ്. കാരണം നമ്മൾ പലപ്പോഴും കഴിഞ്ഞ കാലങ്ങൾ മറന്നുപോകുന്നവരാണ്. ഇന്നലകൾ എന്തായിരുന്നു എന്ന് ഓർമ്മയില്ലാത്ത ഒരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാവരും നെട്ടോട്ടത്തിലാണ്, ഓരോരുത്തരും അവരവരുടെ തിരക്കുകളിലാണ്, എല്ലാവരും പലരും പലതിന്റെയും പിന്നാലെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എന്തിനാണ് പടച്ചത് എന്ന് പോലും പലപ്പോഴും ആളുകൾ മറന്നുപോകുന്ന ഒരവസ്ഥയിലാണ്. ദീനുള്ളവർ വരെ, ദീനുള്ള ആളുകൾ വരെ ഒരു വേള ദുനിയാവിന്റെ പലതിന്റെയും പിന്നാലെ കൂടിപ്പോവുകയാണ്. അപ്പം അതിനിടയിൽ സഹോദരങ്ങളെ, പഴയകാല ചരിത്രങ്ങൾ ഓർമ്മിക്കുന്നത് നമുക്ക് ഏറെ ഗുണകരമാണ്. ഫിത്നകൾ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ ദീൻ അത് പറയുമ്പോൾ, അപരിചിതാവസ്ഥ ഉണ്ടാകുമ്പോൾ പലരും ദീന് വിട്ട് ഓടുന്ന കാലഘട്ടമാണിത്. ദീനിലൊരു കാര്യം, ഒരു മസ്അല പറഞ്ഞാൽ പരിഹസിക്കപ്പെടും, ആക്ഷേപിക്കപ്പെടും, ഒറ്റപ്പെടുത്തപ്പെടും, ചിലപ്പോൾ ജോലി നഷ്ടപ്പെടും, ചിലപ്പോൾ കുടുംബക്കാർ അകറ്റി നിർത്തും. ഇതൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് മാത്രമല്ല ഇത് കിട്ടിയത്. നമുക്ക് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പലതും വളരെ നിസ്സാരമാണ്. എന്നാൽ സഹാബത്ത് റളിയല്ലാഹു അൻഹും അവരുടെ ശ്രേഷ്ഠതകൾ തുടക്കത്തിൽ പറഞ്ഞു വെച്ചത്, അവരാ പദവിയിലെത്തിയത് വെറുതെ ഇരുന്നിട്ട് കിട്ടിയതല്ല, കാറ്റുകൊണ്ട് നടന്നിട്ട് കിട്ടിയതല്ല, അവർ കഷ്ടപ്പെട്ടിട്ടാണ് കിട്ടിയത്. നിങ്ങൾ നോക്കൂ, ചരിത്രത്തിൽ നമുക്ക് കാണാം, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം റിവായത്ത് ചെയ്ത ഒരു സംഭവം, കാന അവ്വല മൻ അദ്ഹറ ഇസ്ലാമഹു സബ്അത്ത്, ഇസ്ലാമിന്റെ ആദ്യകാലത്ത് അഥവാ മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദൗത്യമേറ്റെടുത്ത് പ്രബോധനത്തിൽ ഇറങ്ങിയ ആദ്യകാലത്ത് ഇസ്ലാം പുറത്തേക്ക് പ്രകടമാക്കിയത് 7 പേര് മാത്രമായിരുന്നു. 7 ആളുകൾ മാത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വ അബൂബക്കർ റളിയല്ലാഹു അൻഹു, വ അമ്മാർ റളിയല്ലാഹു അൻഹു, വ ഉമ്മുഹു സുമയ്യ റളിയല്ലാഹു അൻഹ, വ സുഹൈബ് റളിയല്ലാഹു അൻഹു, വ ബിലാൽ റളിയല്ലാഹു അൻഹു, വൽ മിഖ്ദാദ് റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഈ 7 പേരാണ് ആദ്യകാലത്ത് ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് എന്ന് പുറത്തേക്ക് പറഞ്ഞത്. കാരണം അന്ന് ഇസ്ലാം പുറത്ത് കാണിച്ചാൽ തല്ലുറപ്പാണ്, അടിയും നാടുകടത്തലും ഒരു സംശയവുമില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഫഅമ്മാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫമനഅഹു അല്ലാഹു ബിഅമ്മിഹി അബീ ത്വാലിബ്. ഖുറൈശികൾ, മുശ്രിക്കുകൾ അവിടുത്തെ കൊല്ലാതിരിക്കാൻ, കൂടുതൽ പ്രയാസപ്പെടുത്താതിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ പിതൃവ്യനെ കാരണമാക്കി. അബൂ ത്വാലിബ് മുശ്രിക്കായിട്ടാണ് മരിച്ചത്. എന്നാൽ അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയാളുടെ മരണം വരെ സംരക്ഷിച്ചിരുന്നു. അല്ലാഹു തആല അങ്ങനെയാണ് തീരുമാനിച്ചത്. അബൂ ത്വാലിബ് ഇടയിലുള്ളതുകൊണ്ട് ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊന്നില്ല, അല്ലെങ്കിൽ കൂടുതൽ ഉപദ്രവിച്ചില്ല. വ അമ്മ അബൂബക്കർ റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഫമനഅഹു അല്ലാഹു ബിഖൗമിഹി, അദ്ദേഹം ഖുറൈശികൾക്കിടയിൽ നല്ല പേരുള്ള, പ്രശസ്തിയുള്ള ഒരാളായിരുന്നു, ആളുകൾ ബഹുമാനിക്കുന്ന, പൊതുവെ നാട്ടിൽ നല്ല ഒരു സ്ഥാനമാനമുള്ള ആളായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെയും അല്ലാഹു കാത്തുരക്ഷിച്ചു.
വഅമ്മാ സായിറുഹും ഫഅഖദഹുമുൽ മുശ്രികൂൻ. എന്നാൽ ബാക്കിയുള്ള 5 പേരുടെയും കാര്യം അവരെല്ലാവരെയും മുശ്രിക്കുകൾ ഖുറൈശികൾ പിടികൂടുകയുണ്ടായി. എല്ലാവരും ഉപദ്രവിച്ചു. എത്രത്തോളം? വഅൽബസൂഹും അദ്റാഅൽ ഹദീദ്, ഇരുമ്പിന്റെ വിലങ്ങുകളും ചങ്ങലകളും അവരെ ധരിപ്പിക്കുകയുണ്ടായി. വസഹറൂഹും ഫിശംസ്, ചുട്ടുപൊള്ളുന്ന വെയിലത്ത് അവരെ ഉണങ്ങാനിടുകയുണ്ടായി. പച്ച മലയാളത്തിൽ പറഞ്ഞ അതാണ്. ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലെ വെയിലിൽ അവരങ്ങനെ നിർത്തിക്കുകയുണ്ടായി. ഫമാ മിൻഹും മിൻ അഹദിൻ ഇല്ലാ വഖദ് വാതാഹും അലാ മാ ആറാദു ഇല്ലാ ബിലാലൻ. ബിലാൽ റളിയല്ലാഹു അൻഹു ഒഴികെ ബാക്കി എല്ലാവരെയും അവർ പരമാവധി പീഡിപ്പിക്കുകയുണ്ടായി. എന്നാൽ ബിലാൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ബാക്കിയുള്ള ആളുകളെ പോലെയല്ല. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഫഇന്നഹു ഹാനത അലൈഹി നഫ്സുഹു ഫില്ലാഹ് വഹാന അലാ ഖൗമിഹി ഫഅഖദൂഹു ഫഅഅതൗഹുൽ വിൽദാന. അദ്ദേഹം അല്ലാഹുവിന്റെ മാർഗത്തിൽ അങ്ങേയറ്റം പീഡിപ്പിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഖൗം വല്ലാതെ അദ്ദേഹത്തെ അപമാനിച്ചു കളഞ്ഞു. അദ്ദേഹത്തെ പിടികൂടി ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ കളിപ്പാട്ടമെന്നോണം അവർ കൊടുക്കുകയുണ്ടായി. ഫജഅലൂ യതൂഫൂന ബിഹി ഫീ ശിആബി മക്ക. ആ മക്കയിലെ ഓരോ തെരുവുകളിലും അദ്ദേഹത്തെ കഴുതയെ വലിച്ചു കൊണ്ടുപോകുന്നത് പോലെ കൊണ്ടുപോവുകയുണ്ടായി, കറക്കുകയുണ്ടായി. വഹുവ യഖൂൽ, ഈ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് അഹദുൻ അഹദുൻ, അല്ലാഹു ഏകനാണ്, അല്ലാഹു ഏകനാണ്, അവനല്ലാത്ത ഒരു ഇലാഹുമില്ല, അവനല്ലാതെ ഞാൻ ആരാധിക്കുകയില്ല, അവനല്ലാതെ ഞാൻ വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല. അഹദ് അഹദ് എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. സഹോദരങ്ങളെ, ഈ സംഭവം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇസ്ലാമിന്റെ തുടക്കത്തിൽ സഹാബിമാരിൽ പ്രമുഖർ ആദ്യകാലത്ത് ഏറ്റുവാങ്ങിയ പീഡനമാണിത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരുപാട് കാലമായി മുസ്ലിമീങ്ങളായി അൽഹംദുലില്ലാ നമ്മൾ ജീവിക്കുന്നു. ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ, മുസ്ലിമീങ്ങളായതിന്റെ പേരിൽ ഒരത്തറിന്റെ സുഗന്ധം പോലും നമുക്ക് ഇന്നേ വരെ നഷ്ടപ്പെട്ടിട്ടില്ല. ഉണ്ടോ? ഒരത്തറിന്റെ മണം തിന്നാനും കുടിക്കാനും അവിടെ ഇരിക്കട്ടെ, ഒരു സുഗന്ധം പോലും നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇല്ലാതായി പോയിട്ടില്ല. എന്നാൽ നോക്കൂ, നമ്മൾ ഈ അഭിമാനിക്കുന്ന ദീൻ അത് നമുക്ക് വന്നു കിട്ടിയത് ഈ രൂപത്തിലാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം കുട്ടികൾക്ക് കളിപ്പാട്ടമായി തീർന്നു എന്ന് പറഞ്ഞാൽ ചിന്തിച്ചു നോക്കൂ. കുട്ടികളെ കയ്യിൽ കൊടുത്ത് എങ്ങനെ ഉണ്ടാവും? വെയിലത്ത് ചുട്ടുപൊള്ളുന്ന ആ മണൽ തരി അതിലിങ്ങനെ നിർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇങ്ങനെയാണ് പ്രിയമുള്ളവരെ നമുക്ക് നമ്മുടെ ദീൻ വന്നു കിട്ടിയത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ ചരിത്രം ഓർമ്മപ്പെടുത്തിയത്, ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ ദീൻ സ്വീകരിച്ചതിന്റെ പേരിൽ ഇതുപോലെയുള്ള ഒരു പരീക്ഷണം നമുക്ക് വന്നു കിട്ടിയിട്ടേയില്ല, ഇങ്ങോട്ട് വരാനുമില്ല. അതിനുമാത്രം വലിയ പീഡനമാണ് നമ്മളിപ്പോൾ കേട്ട ഒരൊറ്റ ചരിത്രം. എന്നാൽ ചെറിയ നിസാരമായ വല്ല കാര്യവും ഉണ്ടാകുമ്പോൾ ആളുകൾ ദീനിനെ പരിഹസിക്കുന്നു, ദീൻ ഉപേക്ഷിച്ചു പോകുന്നു, അള്ളാഹുവിനെ പഴി പറയുന്നു. സഹോദരങ്ങളെ, എത്ര വലിയ നന്ദികേടാണെന്ന് ചിന്തിച്ചു നോക്കൂ നമ്മൾ. മഹാന്മാരായ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അവരാ പദവിയിൽ അവരെ എത്തിച്ചത് ഇതുകൊണ്ടാണ്. അത്രയും പീഡിപ്പിക്കപ്പെട്ടപ്പോഴും ബിലാൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞത് അഹദുൻ അഹദ്, അല്ലാഹു ഏകനാണ്. ഇന്നത്തെ കാലത്ത് ഒരു ജോലിക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ദീനിൽ വിട്ടുവീഴ്ച ചെയ്യുക? ഒരുപാട് ജോലികൾ നാട്ടിലുണ്ട്. എന്നാലും നമ്മൾ ഇഷ്ടപ്പെട്ട ജോലി അത് കിട്ടാൻ ചിലപ്പോൾ നമ്മൾ നമ്മുടെ ദീനിന്റെ പലതും ഇല്ലാതാക്കും. എത്ര ആളുകളുണ്ട് ദീനിന്റെ അടയാളങ്ങൾ, മുഖത്ത് സമൃദ്ധമായി ഉണ്ടായിരുന്ന താടി അത് വടിച്ചളയും, അല്ലെങ്കിൽ അങ്ങനെയുള്ള പലതും. ഇന്നത്തെ കാലത്ത് അഡ്ജസ്റ്റ്മെന്റ്. എങ്ങനെയാണ് സ്വഹാബികൾ ജീവിച്ചതുപോലെ നമ്മൾ ജീവിക്കാം? ഇന്നത്തെ കാലത്ത് ഇപ്പൊ അതൊക്കെ നടക്കും? ഇന്നത്തെ കാലത്ത് ഇങ്ങനെയെങ്കിലും നടന്നത് അന്ന് അവരങ്ങനെ ജീവിച്ചതുകൊണ്ടാണ്.
അവരീ കഷ്ടപ്പെട്ടത് കൊണ്ടാണ് നമ്മൾ ഇന്ന് സുഖകരമായി നടന്നു പോകുന്നത്. അവർ വിരിച്ച പരവതാനി, അതിന്റെ മുകളിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. അതിന്റെ മുകളിൽ യാതൊരു പ്രയാസവുമില്ലാതെ ചവിട്ടി നടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരുപാട് ആളുകൾ അവരുടെ ശരീരവും സമ്പത്തും ഒക്കെ കൊടുത്തിട്ടാണിതാ ഈ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയത്. നമ്മൾ അടുത്ത കാലത്ത് കണ്ടില്ലേ, ഈ രാജ്യത്തെ പൗരത്വം ഒന്ന് ചോദ്യം ചെയ്യപ്പെട്ടിട്ടേ ഉള്ളൂ, അപ്പൊ തന്നെ ആളുകൾ ബേജാറായി. പൗരത്വം ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ ആളുകൾക്കുണ്ടായ ബേജാർ എന്തൊക്കെയായിരുന്നു. ഇപ്പൊ അടുത്തുവരെ പല സാധുക്കളും പ്രായമുള്ള ആളുകളും വിചാരിച്ചത് നമ്മളിപ്പോ നാട്ടിൽ നിന്ന് പുറത്താക്കും, നമ്മളെവിടെ പോവുക, നമ്മൾ പോവുക, എന്ത് ചെയ്യുക. നോക്കൂ സഹോദരങ്ങളെ, 7 പേർ വലിയൊരു സംഘം അപ്പുറത്തിരിക്കുകയാണ്. അവരെ കൊല്ലാനും നാട്ടിൽ നിന്ന് പുറത്താക്കാനും ഒക്കെ മുതിർന്നപ്പോഴും അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കുകയുണ്ടായി. അതിന്റെ പര്യവസാനം എന്താണ്? അതാണ് അവിടെ നമ്മളെ വിഷയം. അതിന്റെ പര്യവസാനം അള്ളാഹു പറഞ്ഞതുപോലെ വൽ ആഖിബതു ലിൽ മുത്തഖീൻ, തഖ്വ പാലിച്ച ആളുകൾക്ക് അള്ളാഹു നല്ല പര്യവസാനം നൽകിയില്ലേ? ചരിത്രം ഇങ്ങോട്ടേക്ക് നിങ്ങൾ വായിക്കൂ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും പിന്നീട് ഈ പറഞ്ഞ നാട്ടിലേക്ക് കടന്നു വന്നു. ഇസ്സത്തോടെ, പ്രതാപത്തോടെ, അഭിമാനത്തോടെ. എന്തുകൊണ്ടാണ്? അവർ ദീൻ പണയം വെച്ചില്ല. അവർ അള്ളാഹുവിനെ സൂക്ഷിച്ചു. അവർ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി എന്തും ഭൗതികമായ എന്തും ത്യജിക്കാൻ തയ്യാറായി. തങ്ങളുടെ സ്വത്തോ സമ്പത്തോ ശരീരമോ അവർക്ക് വിഷയമല്ലായിരുന്നു. അള്ളാഹു ആജ്ഞാപിച്ചു, സമിഅനാ വഅതഅനാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു, സമിഅനാ വഅതഅനാ, കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു. അള്ളാഹു വിജയം നൽകി, പ്രതാപം നൽകി, അധികാരം നൽകി. നോക്കൂ, ഈ പീഡിപ്പിക്കപ്പെട്ടപ്പോഴും അവിടെ സ്വകാര്യമായ ഒരു പ്രതിരോധ സംഘടന ഉണ്ടാക്കിയിട്ടില്ല. സ്വകാര്യമായി പോയിട്ട് കൊന്നുകളയാൻ ഇല്ല. അവർ അധികാരത്തിനല്ല പ്രാധാന്യം നൽകിയത്, ദീനിനാണ്. അധികാരത്തിനാണെങ്കിൽ അതവർ കയ്യിൽ വെച്ചു കൊടുത്തിരുന്നു. മക്കയുടെ അധികാരമാണോ നിനക്ക് വേണ്ടത്, തരാം എന്നവർ പറഞ്ഞിരുന്നു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അധികാരമല്ല, മറിച്ച് അള്ളാഹുവിന്റെ ദീൻ, അതാണ് പാലിക്കപ്പെടേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുത്തു. സഹോദരങ്ങളെ നോക്കൂ, ഈ ഒരു ചരിത്രത്തിൽ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരു ആയത്ത് നമുക്ക് കാണാം. സൂറത്തുൽ ബഖറയിലെ 214 ആയത്ത്. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് സ്വർഗത്തിൽ പ്രവേശിച്ചു കളയാം എന്നാണോ വിചാരിക്കുന്നത്? ഈ ആയത്ത് നമ്മൾ പലപ്പോഴും കേട്ട് കാണും. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, അങ്ങനെ അങ്ങ് നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കളയാം എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും മസ്സത്ഹുമുൽ ബഅസാഉ വദ്ദറാഉ വസുൽസിലു ഹത്താ യഖൂല الرسول والذين آمنوا معه മതാ നസ്റുല്ലാഹ് അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ആളുകൾക്ക് ബാധിച്ച പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും നേരിടാതെ, ഒരു പ്രയാസവും ഏൽക്കാതെ, ദീനിന്റെ പേരിൽ യാതൊരു ബുദ്ധിമുട്ടും ഏൽക്കാതെ അങ്ങനെ അങ്ങ് കഴിഞ്ഞു പോകാം, അങ്ങനെ അങ്ങ് സ്വർഗത്തിൽ പോകാം എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? എന്താണ് മുൻഗാമികൾക്ക് സംഭവിച്ചത്? അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടായി, അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി, അവർ വിറപ്പിക്കപ്പെട്ടു. അതാണ് വസുൽസിലു. സൽസലത്ത് എന്ന് പറഞ്ഞ ഭൂകമ്പം എന്നാണ്. അവർ വിറപ്പിക്കപ്പെട്ടു. ജീവിക്കാൻ പറ്റുമോ, നാട്ടിൽ താമസിക്കാൻ പറ്റുമോ എന്നതുവരെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരവസ്ഥയുണ്ടായി. അവരാകെ പ്രയാസത്തിലായി പോയിട്ടുണ്ട്. അങ്ങനെയാണ് അവർ എത്രത്തോളം അവരും അഥവാ വിശ്വാസികളും റസൂലും ചോദിക്കുകയുണ്ടായി, എപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം എപ്പോഴാണ് ഇറങ്ങുക എന്ന് ചോദിക്കുവാർ അവർ ഉറപ്പിക്കപ്പെട്ടു. അള്ളാഹു പറയുകയാണ്, അല അറിയുക, ഇന്ന നസ്റല്ലാഹി ഖരീബ്, തീർച്ചയായും അള്ളാഹുവിന്റെ സഹായം അടുത്തു തന്നെയുണ്ട്.
സഹോദരങ്ങളെ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, യുവാക്കൾ, എന്റെ സഹോദരങ്ങൾ ചിന്തിക്കുക. അള്ളാഹുവിന്റെ ദീൻ നമുക്ക് വന്നു കിട്ടിയത് അള്ളാഹുവിന്റെ വലിയ നിഅമത്താണ്. നമുക്കിന്ന് ഇവരനുഭവിച്ചതുപോലെയുള്ള ഒരു പ്രയാസവുമില്ല. എന്നിട്ടും നമ്മൾ അള്ളാഹുവിന്റെ ദീൻ കൃത്യമായി മുറുകെ പിടിക്കാതെ അതിനെതിരായി അലസമായി ജീവിക്കുകയാണെങ്കിൽ ഏത് സ്വർഗമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ബിലാൽ റളിയല്ലാഹു അൻഹു പ്രവേശിച്ച ആ സ്വർഗം, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ബിലാൽ റളിയല്ലാഹു അൻഹു അനുഭവിച്ച പീഡനത്തിന്റെ എത്ര ശതമാനം നമ്മൾ അനുഭവിച്ചു? ചിന്തിച്ചു നോക്കൂ. നമ്മൾ സ്വഹാബികൾ പോയ അതേ സ്വർഗത്തിലാണ് നമുക്ക് പോകാനുള്ളത്. എന്തു പ്രയാസമാണ് നമുക്കുണ്ടായത്? എന്താണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചത്? എന്തെങ്കിലും അനുഭവിച്ചോ? ഇല്ല. എന്നാലും നമ്മൾ പ്രതീക്ഷയിലാണ്. നമ്മളൊക്കെ സ്വർഗത്തിൽ പോയിട്ട് വേറെ ആരെങ്കിലും പോകും. നമ്മുടെ വ്യാമോഹം മാത്രമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ അടിയുറച്ചു നിൽക്കാൻ പരിശ്രമിക്കണം. നമുക്ക് അല്ലാഹു എളുപ്പം തന്നു. ഈ ആധുനിക ജീവിതത്തിൽ ഇത്ര എളുപ്പത്തിൽ ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള നബിമാരും ഈ സഹാബത്തും പോയ അതേ സ്വർഗം തന്നെ അല്ലാഹു നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ദീനിൽ ഉണ്ടാവണം എന്നേ ഉള്ളൂ. ഇനി നിങ്ങൾ നോക്കൂ, അടുത്ത മറ്റൊരു ചരിത്രം ഇസ്ലാമിന്റെ ആദ്യകാലത്തുണ്ടായ സംഭവമാണ്. ഖബ്ബാബ് ഇബ്നുൽ അർറത്ത് റളിയല്ലാഹു അൻഹു. ഈ ചരിത്രങ്ങളൊക്കെ പലപ്പോഴും ഘോരഘോരമായി നമ്മൾ കേൾക്കാറുണ്ട്. പലരും വലിയ വലിയ ശബ്ദത്തിൽ ഇങ്ങനെ പ്രസംഗിക്കും. ഇതൊക്കെ അനുഭവിച്ചെന്തിനാണ്? തൗഹീദിന് വേണ്ടിയിട്ടാണ്. തൗഹീദിന് വേണ്ടിയിട്ട്, അള്ളാഹുവിന്റെ ഏകത്വം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇതൊക്കെ അനുഭവിച്ചത്. നമ്മൾ മുന്നേ ചിലപ്പോൾ ഈ ചരിത്രങ്ങളൊക്കെ കേട്ട് കാണും. ഈ ചരിത്രങ്ങളൊക്കെ പറഞ്ഞിട്ട് ആളുകളെ ശിർക്കിലേക്ക് നയിക്കുന്ന പല ആളുകളുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രവും ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമൊക്കെ പറയും. എന്നിട്ട് ശിർക്കിലേക്കാണ് കൊണ്ടുപോവുക. യഥാർത്ഥത്തിൽ ഇതൊക്കെ തൗഹീദിനുള്ള തെളിവുകളാണ്. നോക്കൂ, ഖബ്ബാബ് ഇബ്നുൽ അർറത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ശകൗന ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് നമ്മൾ ആവലാദിയുമായി ചെല്ലുകയുണ്ടായി. വഹുവ മുതവസ്സിദുൻ ബുർദതൻ ലഹു ഫീ ളിൽ കഅബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ തണലിൽ ഒരു സ്ഥലത്ത് അവിടെ ഇങ്ങനെ ചാരി ഇരിക്കുകയായിരുന്നു. ഖുൽനാ ലഹു, ഞങ്ങൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അലാ തസ്തൻസിറു ലനാ അലാ തദ്ഉല്ലാഹ ലനാ. ആരാണ് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു? അദ്ദേഹം പീഡിപ്പിക്കപ്പെട്ട ചരിത്രം നമുക്ക് കാണാം. അദ്ദേഹത്തെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് പറഞ്ഞതുപോലെ ആ മരുഭൂമിയിൽ ചുട്ടുപൊള്ളുന്ന മണൽത്തരികളിൽ അദ്ദേഹത്തെ വല്ലാതെ പീഡിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രയാസപ്പെടുത്തി, പ്രയാസം സഹിക്ക വയ്യാതെയാണ് അദ്ദേഹം വന്നത്. അല്ലാഹുവിന്റെ റസൂലെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്നില്ലേ? ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് അങ്ങ് ദുആ ചെയ്യുന്നില്ലേ നബിയെ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി സഹോദരങ്ങളെ ചിന്തിക്കണം. അവിടുന്ന് പറഞ്ഞു, കാന റജുലു ഫീമൻ ഖബ്ലക്കും. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ സമുദായത്തിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. യുഹ്ഫറു ലഹു ഫിൽ അർദ് ഫയുജഅലു ഫീഹി. അന്ന് ഉണ്ടായിരുന്ന ശത്രുക്കൾ ഒരു കുഴി കുഴിച്ച് അദ്ദേഹത്തെ ആ കുഴിയിൽ നിർത്തുകയുണ്ടായി. ഫയുജാഉ ബിൽ മിൻഷാരി. എന്നിട്ടൊരു ഈർച്ചവാൾ കൊണ്ടുവന്നു. ഫയൂളഉ അലാ റഅസിഹി ഫയുശഖു ബിത്നതൈൻ. എന്നിട്ട് അദ്ദേഹത്തിന്റെ തലയിൽ വെക്കുകയും അദ്ദേഹത്തെ രണ്ടായി പിളർക്കുകയും ചെയ്തു. വമാ യസുദ്ദുഹു ദാലിക അൻ ദീനിഹി. രണ്ട് കഷ്ണങ്ങളായപ്പോഴും ആ പീഡനം അദ്ദേഹത്തിന്റെ ദീനിൽ നിന്നും തെറ്റിച്ചു കളഞ്ഞിട്ടില്ല. കുഴിയിലാക്കിയാൽ തന്നെ നമ്മൾ പതറിപ്പോവും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈർച്ചവാൾ കൊണ്ടുവന്നു രണ്ട് കഷ്ണങ്ങളാക്കിയെന്നാണ്. ദീനിൽ നിന്ന് തെറിച്ചു പോയിട്ടില്ല.
ദീൻ വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടില്ല. വയുംശതു ബിഅംശാതിൽ ഹദീദ്, തീർന്നില്ല, ഒരു ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ടുവന്നു. എന്നിട്ടോ മാദൂന ലഹ്മിഹി മിൻ അദ്മിൻ ഔ അസബിൻ, ആ ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ട് എല്ലുകളിൽ നിന്നും മാംസവും തൊലിയും ഇങ്ങനെ ഈർന്നെടുക്കുകയുണ്ടായി. വമാ യസുദ്ദുഹു ദാലിക അൻ ദീനിഹി, ഇങ്ങനെ സംഭവിച്ചപ്പോഴും അദ്ദേഹം തന്റെ ദീനിൽ നിന്നും തെറ്റിപ്പോയിട്ടില്ല. പ്രയാസം സഹിക്കവയ്യാതെ പരാതി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാണ് പറഞ്ഞു കൊടുക്കുന്നത്: മുമ്പ് കഴിഞ്ഞുപോയ ആളുകൾ ഇതിനേക്കാൾ വലിയ പീഡനം ഏറ്റിട്ടുണ്ട്, അവർക്ക് വലിയ വലിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ലേ അള്ളാഹുവിന്റെ കിതാബിൽ വയഖ്തുലൂനൽ അംബിയാഅ ബിഗൈരി ഹഖ്ഖിൻ, എത്രയോ നബിമാരെ അവർ കൊന്നുകളഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ നബിമാരെ, വഹീ ലഭിക്കുന്ന, അള്ളാഹു വഹീ നൽകുന്ന നബിമാരെ കൊന്നുകളയാൻ കൈവറക്കാത്തവരാണ് പഴയകാലത്ത് ജീവിച്ചിരുന്ന ശത്രുക്കൾ. നബിമാരെ കൊല്ലാൻ അവർക്കൊരു പ്രയാസം ഉണ്ടായിട്ടില്ല. അപ്പോഴാണ് ഇന്നത്തെ സാധാരണ നമ്മളെപ്പോലത്തെ ഒരാളെ കൊല്ലാൻ. നോക്കൂ നിങ്ങൾ, എങ്ങനെയാണ് കൊന്നത്? ഒറ്റ കൊന്നോ? ഇല്ല, 2 കഷ്ണം കഷ്ണമാക്കി ശരീരത്തിൽ നിന്നും മാംസവും തൊലിയും ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ട് വലിച്ച് വാർന്നെടുത്തു. ഇതൊക്കെ പറഞ്ഞു കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, അതാണ് നമുക്കുള്ള സമാധാനത്തിന്റെ വാക്ക്. അതിനു മുമ്പ് പരീക്ഷണം ഉണ്ടാകും. ഒരു പരീക്ഷണം, അതല്ലെങ്കിൽ പരീക്ഷണങ്ങൾ എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾക്ക് പിന്നീട് സ്തുത്യർഹമായ പര്യവസാനം നൽകുന്നതാണ് എന്നാണ് ഇത് അറിയിക്കുന്നത്. ഈ സംഭവം പറഞ്ഞു കൊടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വല്ലാഹി, അല്ലാഹുവാണ്, ലയുതിമ്മന്ന ഹാദൽ അംർ, ഈ ദീൻ ഇത് അല്ലാഹു പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അല്ലാഹുവാണ്. ഏതുവരെ? എത്രത്തോളം? ഹത്താ യസീറ الراكب من صنعاء الى حضرموت لا يخاف الا الله او الذئب على غنمه. യമനിലെ 2 പ്രദേശങ്ങളാണ് സനആ, ഹദറമൗത്ത്. സനആ മുതൽ ഹദറമൗത്ത് വരെ അല്ലാഹുവിനെ അല്ലാതെ മറ്റൊരുത്തരെയും പേടിക്കേണ്ടാത്ത രൂപത്തിൽ ഒരു യാത്രക്കാരന് സുഖകരമായി നിർഭയത്വത്തോടുകൂടി യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഒരു കാലഘട്ടം വരാനുണ്ട്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കാൻ, ഹത്താ യസീറ الراكب من صنعاء الى حضرموت لا يخاف الا الله او الذئب على غنمه. സനആ മുതൽ ഹദ്റമൗത്ത് വരെ ഒരു യാത്രക്കാരന് അല്ലാഹുവിനെ അല്ലാതെ മറ്റൊരാളെയും ഒരുത്തനെയും ഭയപ്പെടാതെ, അതിനുശേഷം തങ്ങളുടെ ആട്ടിൻ പറ്റങ്ങളുടെ കാര്യത്തിൽ ചെന്നായക്കളെയുമല്ലാതെ വേറെ ഒരുത്തരെയും ഒരാളെയും പേടിക്കാതെ യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഒരു കാലഘട്ടം വരാനിരിക്കുന്നു. വലാകിന്നകും തസ്തഅജിലൂൻ, എന്നാൽ നിങ്ങളിപ്പോ തിരക്കൂട്ടാണ്. ആരോടാണ് ഈ പറയുന്നത്? പീഡിപ്പിച്ച് കൊണ്ടിരിക്കപ്പെടുമ്പോൾ, പീഡനം സഹിക്കവയ്യാതെ, പ്രയാസങ്ങൾ സഹിക്കവയ്യാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവലാതി പറയാൻ വന്ന ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങളിപ്പോ തിരക്കൂട്ടാണ്, നിങ്ങളിപ്പോൾ തിരക്കൂട്ടാണ്. ഒരു കാലഘട്ടം വരും, വന്നു. ചരിത്രത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കത് നൽകുകയുണ്ടായി. ഇന്നും അൽഹംദുലില്ലാഹ് നിർഭയത്വമുള്ള നാടായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്ത, ജീവിച്ച ആ നാടുകൾ നമുക്ക് കാണാം. നോക്കൂ സഹോദരങ്ങളെ, ഈ ചരിത്രം ഒരുപാട് ഗുണപാഠങ്ങളുണ്ട് ഇതിൽ. ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ അങ്ങേയറ്റം പീഡിപ്പിക്കപ്പെട്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഴയകാലത്ത് അതിനേക്കാൾ വലിയ പീഡനങ്ങൾ പറഞ്ഞു കൊടുക്കാൻ. ഇന്നും നമ്മിൽ പലർക്കും ആരെങ്കിലും എന്തെങ്കിലും
രണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുമ്പോൾ തന്നെ ദീനിൽ നിന്ന് തെറിച്ചു പോകാനുള്ള ഒരു തോന്നലാണ്. അല്ലെങ്കിൽ ആരെങ്കിലും പരിഹസിച്ചാൽ, ദീനിന്റെ പേരിൽ ആരെങ്കിലും ഉപദ്രവിച്ചാൽ മടുത്തു പോവാൻ, നമ്മൾ തളർന്നു പോവാൻ പാടില്ല. നമ്മൾ അള്ളാഹുവിന്റെ ദീൻ പഠിക്കുകയും അത് പാലിക്കുകയും അത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയും വേണം, ഒരാളെയും പേടിക്കാതെ. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്തുത്യർഹമായ നല്ല പര്യവസാനം നൽകും, ഒരു സംശയവുമില്ല കാര്യത്തിൽ. അതുകൊണ്ട് നോക്കൂ സഹോദരങ്ങളെ, ഈ പറഞ്ഞ കാലഘട്ടം കഴിഞ്ഞിട്ടാണ് ഇന്ന് അൽഹംദുലില്ലാഹ് നമ്മൾ നിൽക്കുന്ന സമയം വരെ നമ്മൾ എത്തിയത്. നമ്മൾ എത്ര സൗഖ്യത്തിലാണുള്ളത്, എത്ര ആഫിയത്തിലാണുള്ളത്. സ്വശരീരം അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി നൽകിയ സ്വഹാബിമാർ, നേരത്തെ പറഞ്ഞതുപോലെ അവർ പോയ ആ സ്വർഗമാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. എന്താണ് നമ്മുടെ കൈകളിലുള്ളത്? ചിന്തിച്ചു നോക്കൂ. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്, ആവർത്തിച്ചു പറയട്ടെ, ഈ കാലഘട്ടത്തിൽ എന്താണ് നമ്മുടെ കൈകളിലുള്ളത്? നമ്മൾ ചിന്തിച്ചു നോക്കൂ. നമ്മുടെ മൊബൈൽ ഫോണൊന്ന് നോക്കിയാൽ മണിക്കൂറുകളോളം നമ്മൾ ചിലവഴിച്ച സമയങ്ങൾ, സോഷ്യൽ മീഡിയയിൽ ചിലവഴിച്ച സമയങ്ങൾ, നമ്മൾ പറഞ്ഞതും കേട്ടതും തിന്നതും കുടിച്ചതും, ഇതല്ലാതെ സ്വഹാബികളുമായി തട്ടിച്ചു നോക്കുമ്പോൾ സഹോദരങ്ങളെ, എന്താണ് നമ്മുടെ കൈകളിലുള്ളത്? അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ എന്താണ് നമുക്ക് പറയാനുള്ളത്? നമ്മൾ ചിന്തിച്ചു നോക്കേണ്ട കാര്യമാണ്. അള്ളാഹുവിനോട് എന്ത് മറുപടി നമ്മൾ പറയും? എത്ര എളുപ്പമാണെന്ന്. ദീനു പഠിക്കാൻ എത്ര എളുപ്പമാണ്, ദീനു പാലിക്കാൻ അള്ളാഹു എളുപ്പം നൽകിയിരിക്കുന്നു. എന്നിട്ടും ദീൻ പണയം വെച്ച് ജീവിക്കുകയാണെങ്കിൽ, ദീൻ അനുസരിച്ച് ജീവിക്കാൻ ഒരാൾക്ക് പ്രയാസമായി തീരുകയാണെങ്കിൽ, ഏത് സ്വർഗമാണ് അങ്ങനെയുള്ള ആളുകൾ പ്രതീക്ഷിക്കുന്നത്? അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇനി നിങ്ങൾ നോക്കൂ, ഇതൊക്കെ ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായ ചരിത്ര സംഭവങ്ങളാണ്. ബദറിന്റെ ചരിത്രം എല്ലാവർക്കും അറിയാം, നമ്മൾ കേൾക്കാറുണ്ട്. എന്താണ് ബദറിന്റെ പശ്ചാത്തലം? എന്തായിരുന്നു മുസ്ലിം സൈന്യത്തിന്റെ അവസ്ഥ? എന്താണ് ശത്രു സൈന്യത്തിന്റെ അവസ്ഥ? നമുക്കറിയാം, 300 ചില്ലാനം വരുന്ന മുസ്ലിമീങ്ങൾ. അവരുടെ കൈകളിൽ ഉണ്ടായിരുന്നത് 2 കുതിരകൾ, വിരലിലെണ്ണാൻ മാത്രമുള്ള ഭൗതിക വിഭവങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ശത്രുപക്ഷത്ത് 1000-ഓളം വരുന്ന ആളുകൾ. ഒരു ദിവസം ധാരാളം ഒട്ടകങ്ങളെ അറുത്തവർ ഭക്ഷിക്കുമായിരുന്നു. അങ്ങനെയുള്ള വലിയ ഒരു സൈന്യത്തോടാണ് ദുർബലരായ നമ്മുടെ സ്വഹാബികൾ, ബദരീങ്ങൾ പോരാടിയത്. നോക്കൂ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുമ്പോൾ സഹാബത്തുമായി കൂടിയാലോചന നടത്തി. സഹാബിമാരിൽ മുഹാജിറുകളായ എല്ലാവരും സമ്മതിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാര്യം അത് മുന്നോട്ട് പോവാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകട്ടെ ഉദ്ദേശിക്കുന്നത് അൻസാറുകളുടെ മറുപടിക്കാണ്. അൻസാറുകളുടെ മറുപടി കിട്ടാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാത്തിരിക്കുന്നത്. അവിടുന്ന് ആവർത്തിച്ചു പറഞ്ഞു, അഷീറു അലയ്യ അയ്യുഹന്നാസ്, അഭിപ്രായം പറയൂ എന്നിങ്ങനെ ആവർത്തിച്ചു പറഞ്ഞപ്പോൾ മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, വല്ലാഹി ലകഅന്നക തുരീദുന യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് ഉദ്ദേശിക്കുന്നത് ഞങ്ങളെയാണോ? മദീന നിവാസികളായ ഞങ്ങളെയാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത്? മുഹാജിറുകളെല്ലാം റെഡിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജൽ, അതെ. കാരണം മദീന നിവാസികൾ മദീനയിൽ എല്ലാ സംരക്ഷണങ്ങളും നൽകും. അതുപോലെ മദീനയിൽ യാതൊരു പ്രയാസവും ഉണ്ടാവുകയില്ല എന്നൊക്കെയാണ് കരാർ. ബദ്റാകട്ടെ മദീനക്ക് പുറത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിച്ചത് ഈ പരീക്ഷണ ഘട്ടത്തിൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും എന്നാണ്. അവിടുന്ന് ആവർത്തിച്ച്
ഒരാവലാതി എന്നോണം ചോദിച്ചത്. പക്ഷെ അദ്ദേഹം പറഞ്ഞ വാക്ക്, അതാണ് സഹോദരങ്ങളെ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു പരീക്ഷണം വന്നപ്പോൾ നമ്മുടെ സ്വഹാബിമാരെങ്ങനെയായിരുന്നു? സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഫഖദ് ആമന്നാ ബിക, നബിയേ അങ്ങയിൽ ഞങ്ങൾ വിശ്വസിച്ചവരാണ്. വസദ്ദഖ്നാക, അങ്ങയെ നമ്മൾ സത്യപ്പെടുത്തിയിട്ടുണ്ട്. വശഹിദ്നാ അന്നമാ ജിഅത ബിഹി ഹുവൽ ഹഖ്, അങ്ങ് കൊണ്ടുവന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെ സത്യമാണ് എന്ന് സാക്ഷ്യം വഹിച്ചവരാണ് ഞങ്ങൾ. വഅഅതൈനാക അലാ ദാലിക ഉഹൂദനാ വമവാഥീഖനാ അലാ അസ്സംഇ വത്ത്വാഅ, ആ കാര്യത്തിൽ ഞങ്ങളുടെ കരാറുകൾ, ഉടമ്പടികൾ ഒക്കെ അങ്ങേക്ക് ഞങ്ങൾ നൽകിയിട്ടുണ്ട്. അങ്ങ് പറയുന്നത് കേൾക്കാമെന്നും അനുസരിക്കാമെന്നും ഒരു ഭരണാധികാരിക്ക് നൽകേണ്ട എല്ലാ കരാറും ഉടമ്പടികളും ഞങ്ങൾ അങ്ങേക്ക് നൽകിയിട്ടുണ്ട്. ഫംദി യാ റസൂലല്ലാഹ് ലിമാ അറദ്ത, അല്ലാഹുവിന്റെ റസൂലേ അങ്ങ് എന്താണോ ഉദ്ദേശിക്കുന്നത് അതുമായി അങ്ങ് മുന്നോട്ട് ഗമിക്കുക. ഫവല്ലദീ ബഅസക ബിൽ ഹഖ്, ഏതൊരുവനാണോ അങ്ങയെ നബിയായി റസൂലായി നിയോഗിച്ചത് ആ അല്ലാഹു തന്നെ സത്യം. ഇൻ ഇസ്തഅറൽത ബിനാ ഹാദൽ ബഹറ ഫഖുൽതഹു ലഖുദ്നാഹു മഅക മാ യതഖല്ലഫു മിന്നാ റജുലുൻ വാഹിദ്, നബിയെ അങ്ങ് ഈ കടൽ കാണിച്ചിട്ട് ആ കടലിലേക്ക് അങ്ങെടുത്തു ചാടുകയാണെങ്കിൽ ഞങ്ങളും അങ്ങയോടൊപ്പം ചാടും. ഞങ്ങളിൽ നിന്ന് ഒരാൾ പോലും പിന്നോട്ടടിക്കുകയില്ല. ഒരാൾ പോലും മാറി നിൽക്കാതെ അങ്ങ് എന്താണോ ചെയ്യുന്നത് അതുപോലെ ഞങ്ങൾ ചെയ്യും. വമാ നക്റഹു അൻ തൽഖാ ബിനാ അദുവനാ ഗദൻ, നാളെ ശത്രു സൈന്യത്തെ കണ്ടുമുട്ടുക എന്ന കാര്യം നമ്മൾ ഒരിക്കലും വെറുക്കുന്നില്ല നബിയെ. ഇന്നാ ലസുബ്റുൻ ഇൻദൽ ഹർബ് സുദുഖുൻ ഇൻദൽ ലിഖാ, യുദ്ധത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ ക്ഷമയോടെ ഉറച്ചു നിൽക്കും. ശത്രുവിനെ കണ്ടുമുട്ടുമ്പോൾ സത്യസന്ധത പാലിക്കും. വലഅല്ല അല്ലാഹ യുരിയക മിന്നാ മാ തഖറ ബിഹി ഐനുക്, അല്ലാഹു സുബ്ഹാനഹു വതആല താങ്കൾക്ക് കൺകുളിർമയുള്ള കാര്യം കാണിച്ചു തരിക തന്നെ ചെയ്യും. ഫസിർ ബിനാ അലാ ബറകത്തില്ലാ, നബിയെ ഇതാ ഞങ്ങളെയും കൂട്ടി അങ്ങ് അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ മുന്നോട്ട് നടക്കുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷത്തോടുകൂടി അവിടുന്ന് പറയുകയുണ്ടായി, സീറു അലാ ബറകത്തില്ലാഹി വബിശിറു, അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ നിങ്ങൾ മുന്നോട്ട് ഗമിക്കുക, സന്തോഷിച്ചുകൊള്ളുക. ഫഇന്നല്ലാഹ ഖദ് വഅദനി ഇഹ്ദ ത്വായിഫതൈൻ, അല്ലാഹു റബ്ബുൽ ആലമീൻ രണ്ടാലൊരു സംഘത്തെ എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ കച്ചവട സംഘത്തെ, അതല്ലെങ്കിൽ ബദറിന്റെ രണാങ്കണത്തിൽ വരുന്ന ശത്രു സൈന്യത്തെ. വല്ലാഹി ലകഅന്നിൽ ആന അൻദുറു ഇലാ മസാരിഇൽ ഖൗം, അല്ലാഹുവാണ് ഇതാ ഇപ്പോൾ നാളെ ബദറിന്റെ ഭൂമിയിൽ ചത്തുവീഴുന്ന ഖുറൈശികളിലെ പ്രമുഖന്മാരെ ഞാനിതാ ഇപ്പോൾ കണ്ണുകൊണ്ട് കാണുകയാണ്. നോക്കൂ, ഏതാണ് പരീക്ഷണ ഘട്ടമാണ്. തുലോം തുച്ഛം വരുന്ന സഹാബത്ത്, മുഹാജിറുകൾ മാത്രമാണ് എന്തായിരിക്കും അവസ്ഥ? കുറച്ചാളുകളെ അവരുള്ളൂ. പക്ഷേ സഹാബത്ത്, അൻസാറുകൾ റളിയല്ലാഹു അൻഹും അവരാ പരീക്ഷണ ഘട്ടത്തിൽ ഒരുമിച്ച് നിൽക്കുകയും പറഞ്ഞ വാക്കുമാണിത്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി എന്താണ് നമ്മൾ ചെയ്തത്? ചിന്തിച്ചു നോക്കൂ. ഈ ചരിത്രമൊക്കെ കേട്ടിട്ട് നമുക്ക് ഇങ്ങനെ പുളകം കൊള്ളാനുള്ളതല്ല. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഒരു വാക്കുകൊണ്ട്, ഒരു എഴുത്തുകൊണ്ട്, ഒരു സംസാരം കൊണ്ട്, ഒരു പ്രവൃത്തി കൊണ്ട് നമ്മൾ സഹായിച്ചോ? ചിന്തിച്ചു നോക്കണം. ഇന്നെന്തൊക്കെ ആധുനിക സൗകര്യങ്ങളുണ്ട്. എന്താണ് നമ്മൾ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിച്ചത്? ഞാനൊന്നും കണ്ടിട്ട്, എനിക്ക് എന്റെ ജോലി, എന്റെ കാര്യം, എന്റെ മക്കൾ, എന്റെ കുടുംബം, എന്റെ സോഷ്യൽ മീഡിയ, ഇടക്ക് വാട്സപ്പിൽ എന്തെങ്കിലും രണ്ട് ഗുൽമാലാക്ക. എന്താണ് അള്ളാഹുവിന്റെ ദീനോട് നമ്മൾ ചെയ്തത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ പറഞ്ഞതിന്റെ പേരിൽ പരീക്ഷണങ്ങളുടെ ചരിത്രങ്ങളാണ് നമ്മൾ 3 ചരിത്രം നമ്മൾ വായിച്ചിട്ടുള്ളൂ. ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഈ 3 ചരിത്രങ്ങളിൽ തന്നെ എത്ര ഗുണപാഠങ്ങളാണുള്ളത്. സഹോദരങ്ങളെ, ഇവരൊക്കെ വിരിച്ച
പച്ച പരവതാനിയിലൂടെയാണ് നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ സ്റ്റാൻഡ് ഇട്ടിട്ടും വണ്ടി ഓഫ് ചെയ്തിട്ടും ലോക്ക് ചെയ്തിട്ടൊക്കെ പള്ളിയിൽ വന്ന് കയറി അൽഹംദുലില്ലാ അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നു. എത്ര വലിയ നിഅമത്താണ്. അതുകൊണ്ട് നമ്മളെ നാട്ടിൽ പോലും കുറച്ചു കാലങ്ങൾക്ക് മുന്നേ തൗഹീദ് സ്വീകരിച്ചതിന്റെ പേരിൽ എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പഴയ കാലത്തെ തൗഹീദിന്റെ വാഹകരായിരുന്ന ആളുകൾ എത്ര പരീക്ഷണങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇന്ന് അൽഹംദുലില്ലാ സലഫി മസ്ജിദ് ബോർഡ് കണ്ട നമ്മൾ നിർത്തും, കയറും, നിസ്കരിക്കും. അന്നൊരാൾ ഈ പറഞ്ഞ ഷിർക്കിന്റെ ബിദ്അത്തിന്റെ ആളുകളുടെ പള്ളിയിലല്ലാതെ പ്രവേശിച്ചാൽ അടുത്ത മീറ്റിംഗ് കൂടും. ആളെ മഹലിൽ നിന്ന് പുറത്ത്. മരിച്ചാൽ ഖബറടക്കൂല, മരിച്ചാൽ കുളിപ്പിക്കൂല, മഹലിൽ നിന്ന് പുറത്താണ്. അൽഹംദുലില്ലാ എളുപ്പമാണ്. എന്നിട്ടും നമ്മൾ ദീന് പറഞ്ഞു കൊടുത്തോ? നമ്മൾ ഇന്ന് പലരും ഒഴുക്കിന്റെ കൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് തൗഹീദ് എന്ന് പറഞ്ഞാൽ കണിശതയോടുകൂടി നമ്മൾ അതിന് നേരിട്ടിരുന്നു, കണ്ടിരുന്നു. ഷിർക്കിന്റെ, കുഫറിന്റെ അതുപോലെയുള്ള ലാഞ്ചനകൾ വീട്ടിലേക്ക്, ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ പ്രതികരിച്ചിരുന്നു. ഇന്നോ നമ്മുടെ കൺമുന്നിൽ നിന്ന് നിരീശ്വരവാദത്തിലേക്ക് അതാ മക്കൾ ഇറങ്ങിപ്പോകുന്നു. കൺമുന്നിൽ നിന്ന്, നമ്മുടെ വീട്ടിൽ നിന്ന് ദീന് വലിച്ചെറിഞ്ഞ ആളുകൾ ഇറങ്ങിപ്പോവാണ്. നമ്മൾ കൊടുത്ത പൈസയും, നമ്മൾ വാങ്ങിച്ചു കൊടുത്ത ഡ്രസ്സും, നമ്മൾ കൊടുത്ത എഡ്യൂക്കേഷനും, നമ്മൾ പൈസ കൊടുത്ത് ഉണ്ടാക്കി കൊടുത്ത സർട്ടിഫിക്കറ്റും വെച്ചിട്ടാണ് ദീനിനെ പരിഹസിക്കുന്നത്. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. ഒരു കാലത്ത് പലിശ എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവത്തിൽ കണ്ടിരുന്നു തൗഹീദിന്റെ ആളുകൾ. ഇന്നോ തിന്നാനും ഉടുക്കാനും കിടക്കാനും ഉറങ്ങാനും ഒക്കെ EMI ആണ്, പലിശയാണ്. ഒരു കാലത്ത് ഹറാമുകൾ, സംഗീതം വലിയ തെറ്റായി കണ്ടിരുന്നു. ഇന്നോ അത് പറയുന്നവർ പിന്തിരിപ്പന്മാരായി. ഇന്നിപ്പോ മ്യൂസിക് ഒന്നും ഇല്ലാതിപ്പോ ഇന്നത് പലരും ഹലാലാക്കിക്കൊണ്ടിരിക്കുകയാണ്. തൗഹീദിന്റെ പേരിൽ തൗഹീദിന്റെ വാഹകരാണെന്ന് പറയുന്നവർ പോലും മ്യൂസിക് ഹറാമാണെന്ന് പറഞ്ഞാൽ പറഞ്ഞ ഖതീബിനെ മിമ്പറിന് ഒറ്റ തട്ടിടും. പിന്നെ ആൾ ഖുത്ബ പറയണ്ട. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ നോക്കൂ, നമുക്ക് തമാശയായിട്ട് തോന്നുകയാണെങ്കിലും മുസ്ലിം സ്ത്രീയുടെ വസ്ത്രധാരണം, ഇന്ന് ഇസ്ലാമിന്റെ വസ്ത്രം പറഞ്ഞാൽ എന്തോ ഒരു ഭീകരാന്തരീക്ഷം. ചിന്തിച്ചു നോക്കണം, എവിടെ എത്തി നമ്മുടെ കൗം. അത് നോക്കണം, ഹിജാബും നിഖാബും ഒക്കെ ധരിച്ച ഉമ്മാന്റെ കൂടെ പോകുന്ന മോള് നല്ല പാന്റും സൂട്ടും കൂട്ടുവിട്ടിട്ടാണ് പോകുന്നത്. പ്രായം ചെന്ന പെൺമക്കൾ, മുതിർന്ന പ്രായപൂർത്തിയായ വിവാഹപ്രായമായ പെൺമക്കൾ വരെ. സഹോദരങ്ങളെ ചിന്തിക്കണം, ചരിത്രം മറന്നുപോകരുത്. അടികൊണ്ടും ഇടികൊണ്ടും നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടും പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും കിട്ടിയതാണ് നമ്മൾ ഇസ്ലാം. നമ്മൾ എഴുതുന്നില്ലേ, എന്റെ മതം ഇസ്ലാം. ഇതിങ്ങനെ എഴുതാനുള്ള ഇസ്സത്ത് നമുക്ക് തന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഈ സഹാബത്ത് റളിയല്ലാഹു അൻഹും അവർ ത്യാഗം സഹിച്ചതിന്റെ പേരിലാണ്. അവർ പോയ സ്വർഗമാണ്. എന്നിട്ട് പ്രതീക്ഷ എന്ത് ചെയ്താലും കുഴപ്പമില്ല, അല്ലാഹ് സ്വർഗത്തിലാണ്, അല്ലാഹ് ഗഫൂറല്ലേ, അല്ലാഹ് റഹീം, അല്ലാഹ് ഗഫൂറും റഹീം ഒക്കെ തന്നെയാണ്. പക്ഷെ നിന്റെ പാപങ്ങൾ അത് മതി ഈ ഉമ്മത്ത് നശിക്കാൻ. ഒരാൾ മതി, ഒരുത്തന്റെ പാപം മതി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം ഇല്ലാതാവാൻ. ബദറിന്റെ ചരിത്രം, 300 ചില്ലാനം വരുന്ന സഹാബത്തിന് വലിയ വിജയം അല്ലാഹു നൽകിയത് അവരുടെ ദൃഢമായ ഈമാനായിരുന്നു. ഇന്ന് 313 ആളെ ഇങ്ങനെ തുടച്ച് നിൽക്കാൻ പറ്റും. ദുർബലരായി പോയിട്ടുണ്ട്. എന്താണ് നമ്മുടെ ഈമാന്റെ അവസ്ഥ? എന്താണ് നമ്മുടെ ഈമാന്റെ അവസ്ഥ? ചിന്തിച്ചു നോക്കണം സഹോദരങ്ങളെ. ഇത് വളരെ ഗൗരവമാണ്. അവസാന കാലമാകുന്നതിനനുസരിച്ച് നമ്മൾ പരീക്ഷണങ്ങളിലാണ്, ഫിത്നകളിലാണ്, കുഴപ്പങ്ങളിലാണ്. നമ്മുടെ ഉമ്മമാർ, സഹോദരിമാർ, അവരുമായി ബന്ധപ്പെട്ടത് ആ സഹാബി വനിതമാരുടെ ചരിത്രങ്ങൾ ധാരാളം നമുക്ക് കാണാം. ചിന്തിക്കണം. പഴയ കാലത്ത് നമ്മുടെ ഉമ്മമാർ, അവർ ദീൻ നന്നായി പഠിച്ചിരുന്നു, കേട്ടിരുന്നു, അവർ മക്കൾക്ക് പകർന്നു കൊടുത്തിരുന്നു. അടുത്ത തലമുറയെ ഇസ്ലാമിന്റെ
അന്തരീക്ഷത്തിൽ വളർത്തി വലുതാക്കി കൊണ്ടുവന്നിരുന്നു. അങ്ങനെയുള്ള മഹദിമാർ അവർ പോയ സ്വർഗത്തിലേക്കാണ് ഉമ്മമാരും സഹോദരിമാരും നമ്മുടെ ഭാര്യമാരൊക്കെ പോകാനുള്ളത്. ഇങ്ങനെ പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ അമലുകൾ, നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ഈമാൻ ഒക്കെ നമ്മൾ പരിശോധിക്കണം, ചിന്തിച്ചു നോക്കണം. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഒരു അത്തറിന്റെ മണം പോലും നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ഒരാള് നമ്മളെ ദീനിന്റെ പേരിൽ ചീത്ത വിളിച്ചാൽ, ആക്ഷേപിച്ചാൽ, ഒരു വേള തല്ലുകൊണ്ടാൽ നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയുന്ന കാലം ഇന്ന് കഴിഞ്ഞ്. ഒരാൾ ഇങ്ങനെ ആക്കിയാൽ പിന്നെ ഓനെ തല്ലാൻ പോകും. ഒരു കാലത്ത് തൗഹീദ് പറയുമ്പോൾ സ്റ്റേജുകൾ പറന്നിരുന്നു. അന്ന് ക്ഷമിച്ച് പിന്നെയും ദഅവത്തെയാണ് ചെയ്തത്. ഇന്ന് ആരെങ്കിലും ഒന്ന് വിരൽ ചൂണ്ടിയ നമ്മൾ നിർത്തി, നമ്മൾ ആ പരിപാടി തന്നെ നിർത്തി. ഓൻ്റെ വഴി നമ്മൾ അങ്ങനല്ല. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ശബ്ദിക്കാനും ദഅവത്ത് ചെയ്യാൻ നല്ല രൂപത്തിൽ ആദ്യം നമ്മൾ പഠിക്കണം. സഹാബത്ത് റളിയല്ലാഹു അൻഹും അവരെ കുറിച്ച് പറഞ്ഞില്ലേ, അവരിത് കേട്ട് പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി അടുത്ത തലമുറക്ക് പകർന്നു നൽകി. അതുപോലെ ആയിരിക്കണം. സ്വഹാബിമാരായ പോലെ നമുക്കൊക്കെ ആകാൻ പറ്റുമോ എന്ന് ചില ആളുകൾ ചോദിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അവരെ പോലെ ആവാനാണ്. അള്ളാഹു പറഞ്ഞത് ഫഇൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി, നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവരും വിശ്വസിച്ചാൽ. ആരാണ് നിങ്ങൾ? നിങ്ങൾ എന്നാൽ സഹാബത്ത് റളിയല്ലാഹു അൻഹും, അവരോടാണിത്. നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവരും വിശ്വസിച്ചാൽ, ആ അവർ പള്ളിയിൽ ഉസ്താദുമാർ മാത്രമാണോ? നമ്മളാണ്. സഹാബിമാർ വിശ്വസിച്ചതുപോലെ അവരെന്താണോ ദീനായി വിശ്വസിച്ചത്, ആചരിച്ചത്, അനുഷ്ഠിച്ചത്, അതുപോലെ മറ്റുള്ളവരും സ്വീകരിച്ചാൽ ഫഖദ് ഇഹ്തദൗ, അവർ ഹിദായത്തിലായി. സഹാബിമാരെ പോലൊക്കെ നമുക്ക് ജീവിക്കാൻ പറ്റും? ആ ചോദ്യം അപ്രസക്തമാണ്. ആ ചോദ്യം ധിക്കാരത്തിന്റെ ചോദ്യമാണ്. നമുക്കിന്ന് അള്ളാഹു എളുപ്പം തന്നെന്ന് വിചാരിക്കുക. ഈ ആധുനിക സൗകര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ദീന് പാലിച്ച് ജീവിച്ചു മരിക്കുക എന്നുള്ളത് എത്ര സൗകര്യമാണ്. പ്രയാസമില്ലല്ലോ. അൽഹംദുലില്ലാ. അവരെ പോലെയല്ലല്ലോ. പക്ഷെ അവരുടെ പ്രതിഫലം, അല്ലെങ്കിൽ അവരോടൊപ്പം നബിമാരോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള അവസരമാണ് അള്ളാഹു ഒരുക്കി തന്നിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ മാതൃകയാക്കാനാണ് നമ്മൾ പറഞ്ഞത്. അതാണ് നമ്മൾ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഏതാനും ചില ചരിത്രത്തിലെ ഏടുകൾ മാത്രം എന്നോടെന്നതുപോലെ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അള്ളാഹു സുബ്ഹാനഹു വ തആല മരണം വരെ അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. നബിമാരോടൊപ്പം, സിദ്ദീഖുമാരോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സാലിഹീങ്ങളോടൊപ്പം അള്ളാഹു നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും കുഴപ്പങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. മരണം വരെ അള്ളാഹു അവന്റെ ദീനിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. അല്ലാഹു തആല അഅ്ലാ വ അഅ്ലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.